എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശനെ കണ്ടുകൊണ്ട് നമ്മുടെ ദീപ കിരണിനോടും കല്യാണിയോടും പറയുക, ആരാണ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ പാടില്ലെന്ന് നമ്മൾ വിചാരിച്ചോ, അയാൾ തന്നെയാണ് കിടക്കുന്നത്, നോക്കുമോനെ നോക്ക്. അത് കേട്ടതും നമ്മുടെ കിരൺ നോക്കിയപ്പോൾ അത് പ്രകാശൻ. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ്റെ തോളി പിടിച്ച് നന്നായിട്ടൊന്ന് കുലുക്കി. അപ്പോൾ പ്രകാശൻ കണ്ണു തുറന്നതിന് ശേഷം ചാടി എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ കിരൺ ചോദിക്കുക, എന്താടോ താൻ എങ്ങനെയാണോ ഇതിനകത്ത് കയറിയത്? തന്നോട് ചോദിച്ചത് താൻ എങ്ങനെയാണ് ഇതിനകത്ത് കയറിയെന്ന്. അത് പിന്നെ മോനെ, ഞാൻ മതിൽ ചാടിയാണ് വന്നത്. ഈ മതിലിനൊക്കെ നല്ല ഉയരം കൂടുതലാണല്ലോ, തൻ്റെ കാലിന് വയ്യാത്തതല്ലേ, പിന്നെ താനെങ്ങനെ ഇത്രയും വലിയ മതിൽ ചാടി? അത് കേട്ടതും, അല്ല മോനെ, പിന്നാമ്പുറത്തെ മതിൽ ചെറുതാണല്ലോ, അവിടെ ഒരു ടയർ വെച്ചിട്ട് അതിന് മുകളിലൂടെയാണ് ചാടിയത്. അത് കേട്ടതും, ഈശ്വര, ഇനി അങ്ങനെയാണെങ്കിൽ ആ മതിലിന് മുകളിലും കുറച്ച് കുപ്പിച്ചില് തറച്ച് വെക്കണം. അത് കേട്ടതും പ്രകാശൻ, ഞാൻ വന്നത് എൻ്റെ കല്ലുമോനെ ഒന്ന് കാണാനാ. നിങ്ങളുടെ കല്ലുമോനോ? അത് എൻ്റെ കുഞ്ഞാ. എനിക്കറിയാം മോളെ, അതെൻ്റെ പേരക്കുട്ടിയല്ലേ, അവനെ ഞാൻ ഒന്ന് കണ്ടോട്ടെ, ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. എനിക്കവനെ കാണണമെന്ന് തോന്നിയപ്പോൾ ഒന്നും ചിന്തിച്ചില്ല, മതിലിൻ്റെ ഉയരക്കൂടുതലും ഉയരക്കുറവും ഒന്നും ചിന്തിച്ചില്ല മോളെ, ഒരു ടയർ വെച്ചിട്ട് എടുത്തങ്ങ് ചാടിയതാ. എന്തൊരു അഭിനയോ കല്യാണി, ഇയാളെ കണ്ണു അടച്ച് വിശ്വസിക്കരുത്. അതെനിക്ക് അറിയാൻ കിരണേട്ടാ. എൻ്റെ മോനെ കാണിച്ചിട്ട് എൻ്റെ മോൻ്റെ കഴുത്തിന് ഞെരിക്കാനല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ അവനെ കഴുത്തിനൊന്നും ഞെരിക്കില്ല. എൻ്റെ പുന്നാര കൊച്ചുമോനാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യുമോ? അതുപോലെ തന്നെയാണ് നീയും എനിക്കിപ്പോൾ മോളെ. നിന്നെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ വെറുത്തതിനൊക്കെ ഞാൻ അനുഭവിച്ചു. ഇനി എനിക്ക് അങ്ങനെയൊന്നുമില്ല. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുമെന്ന് താൻ വിചാരിച്ചോ? എന്നാൽ ഇല്ല, എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാമെന്നും നിങ്ങളുടെ മോന് വാക്കു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ വലിഞ്ഞു കയറി ഇവിടെ വന്ന് ഓരോന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ കൊല്ലും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. മോളെ, ഞാൻ വന്നത് കല്ലുമോനെ ഒന്ന് കാണാനാ. കാദംബരിയുടെ കുഞ്ഞിനെ ഞാൻ കണ്ടു. നല്ല മിടുക്കൻ കുട്ടനാ. കിരൺ നല്ല പേര്, നല്ലവരുടെ പേര് തന്നെയാണ് കാദംബരി മോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മോളുടെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്. അതെ, കാദംബരി ചേച്ചിയുടെ കുഞ്ഞിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് നിങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. കാരണം കാദംബരി ചേച്ചിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ മകനും. പക്ഷേ എന്നെയും കാർത്തിക ചേച്ചി അങ്ങനെയല്ല, നിങ്ങളെ ഞങ്ങളോട് ഭയങ്കര വൈരാഗ്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഏത് നേരവും നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും ഉള്ളി കയറ്റാൻ പോലും കൊള്ളില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേല ഈ വീടിൻ്റെ പടി കടന്ന് വന്നു പോരുത്, മനസ്സിലായല്ലോ മോളെ? ശരി, ഞാൻ എന്നോട് വരണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? പക്ഷേ എൻ്റെ കല്ലുമോനെയും എൻ്റെ കല്യാണി മോളെയും കാണണമെന്ന് തോന്നിയാൽ ഞാൻ ഈ മതിൽ കുപ്പിച്ചിലുണ്ടെന്നൊന്നും നോക്കില്ല, കടന്നു വരും, മതിൽ ചാടി തന്നെ വരും. അങ്ങനെയാണെങ്കിൽ തൻ്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. പോടോ, മര്യാദയ്ക്ക് പോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും ആട്ടിപ്പായിക്കുക. ഞാൻ പോയിക്കോളാം മോളെ, പക്ഷെ ഒരു നോക്ക് കല്ലുമോനെ ഒന്ന് കണ്ടോട്ടെ. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? തന്നോടല്ലേ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റില്ല എന്ന്? പിന്നെ എന്തിനാടോ വീണ്ടും കെഞ്ചുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്കല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൊയ്ക്കോ, താനൊന്നും ഒരു കാലത്തും നന്നാവില്ല. അങ്ങനെയുള്ളപ്പോഴാണ് തൻ്റെയൊക്കെ ഈ ഒരു മാറ്റം ഒരിക്കലും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. തളർന്ന് കിടന്ന് റോഡിൽ കിടന്ന് പുഴുവരിച്ച് ചത്താലും തന്നെ ഞങ്ങൾ വിശ്വസിക്കില്ലടോ. തനിക്ക് മരുന്നിന് കാശൊന്നും വേണ്ടേ എന്നും കല്യാണി ചോദിക്കുക. അതാവശ്യത്തിന് അമ്പലത്തിന് മുൻപിലിരുന്ന് ഭിക്ഷയെടുത്ത് കിട്ടുന്നുണ്ടല്ലോ മോളെ. ആര് പറഞ്ഞു? ഞാനിപ്പോൾ മരുന്നൊന്നും കഴിക്കാറില്ല. ഏത് നിമിഷവും ഹൃദയം പൊട്ടി മരിക്കട്ടെ എന്നാ എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് മരുന്നുകളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി, പാതി ഭക്ഷണവും. എന്ത് ചെയ്യാനാ, ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ നടക്കാറുണ്ട്, കുറേ നടക്കും. ചെയ്ത പാപങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നടക്കും. മോനെ കിരണേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മോൻ്റെ കമ്പനിയിൽ കല്യാണി ജോലിക്ക് വന്നപ്പോഴാണല്ലോ മോനെ പരിചയപ്പെട്ടതും അവളിന്ന് ഈ നിലയിലെത്തി നല്ല സമാധാനത്തോടെ ജീവിക്കുന്നതും. അതുപോലെ മോൻ എനിക്കും കമ്പനിയിലൊരു ജോലി തരാമോ? എന്തു ജോലി വേണേലും ചെയ്തോളാം, പിയൂണാണെങ്കിൽ പോലും കുഴപ്പമില്ല. മോൻ പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യും. അതുപോലെ ശമ്പളമൊന്നും വേണ്ട, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം തന്നാൽ മതി മോനെ. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, തരുമോ? എന്തെങ്കിലും ഒരു ജോലി തരുമോ? കല്യാണി, നമ്മുടെ കമ്പനി നമ്മൾ തന്നെ തകർക്കാൻ വഴിയുണ്ടാക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. നീ കേട്ടോ? കേട്ടു കിരണേട്ടാ, കേട്ടു. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേല ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു പോരുത്. മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പൊയ്ക്കോ, പോകാനാ പറഞ്ഞത്. മോളെ, നിന്നെ കാണണം തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. നിന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. നീ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ജീവനാ മോളെ.
നീ ഇല്ലാതെ ഒരു ദിവസം, നിന്നെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് പ്രകാശൻ. അപ്പോൾ നമ്മുടെ ദീപ പഴയ കാര്യങ്ങളാ ഓർക്കുക. അന്ന് കല്യാണി മുമ്പിൽ വന്ന പറഞ്ഞിട്ടില്ലേടി എൻ്റെ മുൻപിലേക്ക് വരരുതെന്ന്, വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി വന്നോളും, എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ മുമ്പിൽ വന്ന് നിൽക്കും ശകുനം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പറയുന്നതൊക്കെ ദീപ ആലോചിക്കുക. ഈ സമയം നമ്മുടെ ദീപ പ്രകാശനെ തുറച്ചു നോക്കി. പഴയ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു. അച്ഛൻ്റെ മുൻപിൽ പോലും വരാൻ ഒരു അധികാരം ഇല്ലാത്ത എൻ്റെ മകളെ താൻ പറഞ്ഞു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഇന്നും എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ടോ. താൻ നന്നായി എന്ന് പറഞ്ഞ് വരുമ്പോൾ അതെല്ലാം മറക്കാൻ ഞാനേ, എന്നിട്ടിപ്പോൾ എൻ്റെ മോളെ കാണുമ്പോൾ അയാൾക്ക് സ്നേഹം കൂടുകയാണ് പോലും. നാണോ ഇല്ലല്ലോടോ തനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. ഇറങ്ങാനേ ഇവിടുന്ന്. അത് കേട്ടതും നമ്മുടെ കിരൺ, കേട്ടല്ലോ പറഞ്ഞത്, മര്യാദയ്ക്ക് ഇറങ്ങാനാണ് തന്നോട് പറഞ്ഞത്, ഇല്ലെങ്കിൽ തന്നെ അടിച്ചിറക്കും. കല്യാണിയുടെ അച്ഛനാണ് എന്നുള്ളൊരു നിലയിലാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഇനി അതങ്ങ് മറക്കും ഞാൻ, മനസ്സിലായല്ലോ, ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞു ഒച്ചയിട്ടുന്നത് കേട്ട് നമ്മുടെ സരയു വീടിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുക. അത് പ്രകാശനെ കണ്ടതും സരയുവിന് അത് വീണ് കിട്ടിയ അവസരമായി. സരയു ഇങ്ങനെ തന്നെ നോക്കി നിൽക്കും അവിടെ എന്താ നടക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പ്രകാശൻ പതുക്കെ ഞൊണ്ടി ഇറങ്ങി പോവുകയാണ്. ഈ സമയം പോകുന്ന വഴിയെല്ലാം പ്രകാശൻ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. അപ്പോഴാണ് കല്യാണി സരയുവിനെ കാണുന്നത്. നോക്ക് കിരണേട്ടാ, അവൾ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ തന്നെയാണ് മനഃപൂർവ്വം ഇയാളെ ഇങ്ങ് പറഞ്ഞു വിട്ടത്, നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ. അതെ കല്യാണി, സൂക്ഷിക്കണം, എന്തായാലും അവനെ ഇനി വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണം ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പ്രകാശൻ ഞൊണ്ടി പുറത്തേക്ക് പോയി റോട്ടിലൂടെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നടന്നു പോവുക. എല്ലാം ഞാൻ ചെയ്ത തെറ്റ്. ആയ കാലത്ത് എൻ്റെ പെൺമക്കളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എൻ്റെ പെൺമക്കളുടെ നല്ല അച്ഛനായി അവരോടൊപ്പം നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ കരഞ്ഞാലോചിച്ചുകൊണ്ട് പ്രകാശൻ പോകുന്ന വഴി പ്രകാശ എന്നും പറഞ്ഞൊരു വിളി. അത് കേട്ടതും പ്രകാശൻ അവിടെ നിന്നു. അപ്പോൾ സരയുമായിരുന്നു അത്. ഞാനെല്ലാം കണ്ടു, അവിടെ നടക്കുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടു, ആട്ടിപ്പായിച്ചുല്ലേ. അതാ പറഞ്ഞത് പ്രകാശ, നന്ദിയില്ലാത്ത വർഗങ്ങളാ. അതുകൊണ്ട് പ്രകാശ, ഈ അവസരം മുതലെടുക്ക്. തനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ആ കിരണിനെയോ കല്യാണിയോ ആ കല്ലൂനെയോ കൊല്ലാൻ പറ്റുന്ന ഒരവസരവും താൻ പാഴാക്കരുത്. കാര്യത്തിൽ എങ്ങനെയെങ്കിലും സ്നേഹം കാണിച്ച് അവരുടെ വീട്ടിൽ കയറിക്കൂടി ആ കിരണിനെയും കല്യാണിയും കല്ലുമോനെ അങ്ങ് തീർത്തേരെ. അങ്ങനെ സംഭവിച്ചാൽ താൻ പറയുന്നത് എന്തും ഞാൻ ചെയ്യും, താൻ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരും. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ സരയുവിനെ ഒന്ന് തുറച്ചു നോക്കി. സരയു, ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കല്ലുമോനോ കല്യാണിക്കോ കിരണിനോ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊല്ലും. അത് കേട്ടതും നമ്മുടെ സരയു ഞെട്ടി. താനിപ്പോൾ ഇത്രയ്ക്ക് മാറിയോ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ച എന്നെ കൊല്ലുമെന്ന് പോലും. തൻ്റെ നാടകം കളി കൊള്ളാം. എടോ, താൻ ഒന്നോർക്ക്, തൻ്റെ മോനെ ജയിലിലാക്കിയത് അവരാ. ആര് പറഞ്ഞു? എൻ്റെ മോനെ ജയിലിലാക്കിയത് അവരല്ല. അവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട അവൻ ജയിലിലായത്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ കോടതി അവന് വിധിച്ചത്. അല്ലാതെ കിരണും കല്യാണിയും എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനെ കോടതി ശിക്ഷിച്ചത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടത്, ഇപ്പം താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ? കൊള്ളാടോ, തൻ്റെ അഭിനയത്തിൽ ഞാൻ പോലും തന്നെ വിശ്വസിച്ചു പോവുക. പക്ഷേ ആ കിരണും കല്യാണിയും തന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ കയറിക്കൂടി അവരെ തകർക്കാനുള്ളൊരു ശ്രമമല്ലേ തൻ്റെ. എനിക്കറിയാം, എനിക്കതിൽ സന്തോഷമുള്ളടോ. ഒരിക്കലുമില്ല സരയു, അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് ഞാൻ ദൈവങ്ങളെ ബോധിപ്പിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ അവരെ കൊല്ലാൻ നടക്കുന്നതിന് പകരം നിന്റെ ജീവിതത്തിൽ ഒരു രാക്ഷസനുണ്ട്, ഒരു കാലനുണ്ട്. അവനെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ നടക്കുമ്പോൾ സ്വന്തം ജീവൻ തകരുമെന്നുള്ളൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ചിലപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഒരുത്തൻ മനോഹർ, അവനൊരിക്കലും മാറില്ല. അതുകൊണ്ട് അവനെ നിൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്ത് കളയാൻ നോക്ക്. ഇല്ലെങ്കിൽ നീ ഇനി അനുഭവിക്കും, ഒരുപാട് അനുഭവിക്കും. അവനെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നടന്നാൽ നിൻ്റെ ജീവിതം താറുമാറാകും. നീ ഒന്ന് ഓർത്തോ, ഞാനും നിന്നെയൊക്കെ പോലെ ദുഷ്ടനായിരുന്നു. ഇന്ന് പക്ഷേ ഒരുപാട് തിരിഞ്ഞ് ജീവിക്കാൻ ഞാനെല്ലാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. സാരമില്ല, അതിലെനിക്ക് കുറ്റബോധമോ സങ്കടമോ ഒന്നുമില്ല. എല്ലാം എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് മാത്രമാണ്. ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഹൃദയം പൊട്ടിത്തെറിച്ച് മരിച്ചാലും എനിക്കൊരു സങ്കടവും ഇല്ല. ആ മരണം ഞാൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങും, എൻ്റെ മോളോട് ഞാൻ ചെയ്ത ക്രൂരതകളെ ഓർത്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നോക്ക്. നിൻ്റെ അച്ഛനും അമ്മയും നീയും ഒക്കെ ഒരുപാട് ദുഷ്ടതകളും ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഏറ്റുപറഞ്ഞ്
ഇപ്പം തന്നെ നന്നായ നിനക്ക് നല്ലത്. നിൻ്റെ ജീവിതത്തിൽ നിന്നും മനോഹറിനെ എടുത്തു കളഞ്ഞ നിനക്ക് നല്ലത്. ആ കുഞ്ഞിനെ, ആ മനോഹറിനെ ആ കുഞ്ഞ് പോലും കാണാൻ അറിയിക്കുന്നില്ല. ആ കുഞ്ഞിന് അങ്ങനെ ഒരുത്തൻ്റെ മുഖം കാണിക്കാതെ കുഞ്ഞ് പോലും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മുഖം മറക്കുന്നതായിരിക്കും നല്ലത്. അതെന്തായാലും മറന്നോളും. പക്ഷേ നീ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ സറിയോ, നിൻ്റെ ജീവിതം തകർന്നു. ഇനിയും മുന്നോട്ട് നീ തകർന്നു തന്നെ ജീവിക്കണമെന്നാണെങ്കിൽ അവനെ നീ മനസ്സിലാക്കണ്ട. പക്ഷെ അതല്ല, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണമെന്നാണെങ്കിൽ നീ ഒന്നോർത്തോ, നിൻ്റെ ജീവിതം താറുമാറായി പോകാതെ നീ ഇപ്പം തന്നെ മനോഹറിനെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുവിട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാവും. നിൻ്റെ ജീവിതം മാറി മറിയും. അത് കേട്ടതും നാണോ ഇല്ലല്ലോടോ, തൻ്റെ അവസ്ഥ കണ്ട് തന്നെ സഹായിക്കാൻ വന്ന എന്നോട് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തനിക്ക് ആരാടോ അനുവാദം തന്നത്? ആരാടോ തന്നത്? ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ. സത്യം പറയാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ സറിയൂ? അതിൻ്റെ ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞ സത്യം. അതിന്നല്ലെങ്കിൽ നാളെ നിനക്ക് മനസ്സിലാവും. ഒന്ന് പോടോ, താൻ ഇങ്ങനെയല്ല, ഇതിനേക്കാളും അവസ്ഥയിൽ പുഴുവരിച്ച് ചാകണം, പോരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സറിയു തിരിച്ച് ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുക. ഈ സമയം പ്രകാശൻ എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ എന്നോട് പറയുന്നു, ഇവളെ ആദ്യം തീർക്കണം എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അങ്ങ് പോവുക. ഈ സമയമാണെങ്കിലും സറിയു ദേഷ്യത്തോടെ കയറി പോകുന്നത് നമ്മുടെ കല്യാണിയൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ കിരണും കല്യാണിയും ദീപയെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നോക്ക് കിരണേട്ടാ, അവളങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അയാളെ കണ്ട് സംസാരിച്ചിട്ട് പോവുമായിരിക്കും. അയാൾ ഇവിടെ കയറാനും ഇവിടെ വന്ന് നമ്മളെയൊക്കെ തീർക്കാനും ഇവളായിരിക്കും ചിലപ്പോൾ ഓരോന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് ശരിയാ. വീണുകെട്ടി അവസരം മുതലെടുത്ത് വിക്രത്തിനെ വെച്ച് ഇവളെന്തേലും കളി കളിക്കുകയായിരിക്കും. അതെ, വിക്രം ജയിലിൽ കിടക്കുന്ന കാര്യം പറഞ്ഞ് അയാളുടെ മനസ്സിൽ എരിപിരി കയറ്റുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും പ്രകാശനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ വീടിൻ്റെ പടി അയാൾ കടന്നു വന്നോട്ടെ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കല്ലുമോനോ എൻ്റെ കല്യാണിക്കോ ഞാൻ സ്നേഹിക്കുന്നവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അയാളെ കൊന്നിട്ടായിരിക്കും ഞാൻ ജയിലിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിക്രം പരോളിനിറങ്ങിയ എനിക്ക് ഉടനെ അറിയിപ്പ് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അവിടെ നിന്ന് എഴുന്നേറ്റ് കാറിൽ കയറി ഇങ്ങനെ പോവുക. ഈ സമയം സരയുവിനെ തുറച്ചു നോക്കി നിൽക്കുക കല്യാണി. ഇവളായിരിക്കും, ഇവളൊറ്റൊരുത്തിയായിരിക്കും അമ്മ എല്ലാ ഉപദേശവും കൊടുക്കുന്നത്. അതേ മോളെ, അതുകൊണ്ട് അവനെ 7 അയലത്തോലും അടുപ്പിക്കരുത്. അത്രയ്ക്ക് ദുഷ്ടനാ, വില്ലനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും കല്യാണിയും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. റോഡരികിലൂടെ നടന്നുപോയി പ്രകാശൻ താൻ ചെയ്ത പാപങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് പ്രകാശൻ അവിടെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് സങ്കടത്തോടെ ആലോചിക്കുകയാണ്, തൻ്റെ മകൾ തന്നോട് ചെയ്തതൊന്നും ഒരു തെറ്റുമല്ല. കാരണം അവളെ ഞാൻ അതുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എൻ്റെ മോനെക്കുറിച്ചാണ്. അവനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് വളർത്തി വഷളാക്കി. അവൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ മേടിച്ചു കൊടുത്തു. എന്നിട്ടും അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ജയിലിൽ വെച്ച് അന്ന് വിക്രം പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് നമ്മുടെ പ്രകാശൻ. താൻ ഒന്നോർത്തോ, ഇവിടെ നിന്നും പരോളിന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കിരണിനെയും കല്യാണിയെയും കല്ലൂനെയും കാർത്തികയെയും കൊന്നിട്ട് ഞാൻ വീണ്ടും ജയിലിലേക്ക് വരും. എടോ, തനിക്കറിയോ എനിക്കാരും വേണ്ടപ്പെട്ടവരല്ലടോ. എന്നെ സ്നേഹിക്കുന്നത് ആരായാലും എനിക്ക് അവരോട് ഒരു സ്നേഹവും ഇല്ല, ഒരു സിമ്പതിയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ വിക്രം പറഞ്ഞതൊക്കെ അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, മോനെ, അപ്പം നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഞാൻ തന്നോട് പോലും എനിക്കൊരു സ്നേഹവും ഇല്ലടോ. തന്നെ നോക്കേണ്ട കടമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്ക്. പിന്നെ ഞാൻ തന്നെ നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, തന്നെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ, തന്നെ ഞാൻ കൂടെ നിർത്തണമെങ്കിൽ കൊന്നിട്ട് വാ. കിരണിനെയോ കല്യാണിയോ കാർത്തികയോ കൊന്നിട്ട് വാ. അവരിൽ ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് താൻ ജയിലിലേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പ്രകാശനെ ആട്ടിപ്പായച്ചതും വിക്രത്തിൻ്റെ ഹൃദയം നുറുക്കുന്ന വായിൽ നിന്ന് വന്ന ഓരോ വാക്കുകളും പ്രകാശിൻ്റെ ഹൃദയം നുറുക്കുന്ന വേദനയോടെയുള്ള വാക്കുകളായിരുന്നു. അതൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈശ്വര, എന്തുമാത്രം ഞാൻ അവനെ സ്നേഹിച്ചു, അവന് ഞാൻ വേണ്ടതെല്ലാം കൊടുത്തു, അവൻ്റെ ആഗ്രഹം പോലെ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. എന്നിട്ടും അവൻ എന്നോട് ചെയ്തതോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ പൊട്ടിക്കരയുവാണ്. ഒരു കുപ്പിയിൽ വെള്ളം കുടിച്ചുകൊണ്ട് പ്രകാശൻ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. തൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങളും കല്യാണി മോളോട് താൻ ചെയ്ത കാര്യങ്ങളും ക്രൂരതകളും എല്ലാം ആലോചിച്ചുകൊണ്ട് ചങ്ക് പൊട്ടി ഹൃദയം പൊട്ടുന്ന വേദനയോടെ നമ്മുടെ പ്രകാശൻ അവിടെ ഇങ്ങനെ കിടക്കുക. ആ കിടപ്പ് നിഷ്കളങ്കമായ കാഴ്ച തന്നെയാണ്. കാരണം
കല്യാണി ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അതെ, അതിന് കല്യാണിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആയ കാലത്ത് മക്കളെയൊക്കെ വെറുത്തൊതുക്കി ക്രിമിനലായ മകന് വേണ്ടി ഇപ്പോൾ തൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുകയാണെന്നുള്ള കല്യാണിയുടെ വിശ്വാസം, അത് കല്യാണിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പ്രകാശനറിയാം. ഇനി എന്ത് സംഭവിക്കും? മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പെൺമക്കളോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണേ എന്നുള്ള പ്രകാശൻ്റെ മോഹം സാധിക്കുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക. ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു